ബി-ടോക്സ് അഥവാ ബിസിനസ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരളം നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് ജലദൗർലഭ്യം. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയധികം ജലക്ഷാമം ഉണ്ടാകാനുള്ള കാരണം, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു ജലക്ഷാമത്തെ നമുക്ക് തടഞ്ഞു നിർത്താം, അതാണ് ഇന്ന് ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം. എങ്ങനെ നമുക്ക് ജലസംഭരണം സാധ്യമാക്കാം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ശ്രീ മനോജ് കുമാർ സാറാണ്. സാർ നമസ്കാരം. സാർ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജലദൗർലഭ്യം വലിയൊരു വെല്ലുവിളിയാണ്. സ്റ്റാർ ട്രേഡിംഗ് കമ്പനി അവതരിപ്പിക്കുന്ന സ്കൈ ഡ്രോപ്സ് മഴവെള്ള സംഭരണി, എങ്ങനെയാണ് മഴവെള്ളം നമുക്ക് സംഭരിക്കാൻ കഴിയുന്നത് സാർ? ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു ഭൂപ്രദേശമാണ് കേരളം പോലും. എന്നിട്ട് പോലും കേരളത്തിൽ കുടിവെള്ളക്ഷാമം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന്, ഭൂപ്രദേശത്തിലുണ്ടായ മാറ്റങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉപഭോഗത്തിൻ്റെ അളവും വർദ്ധിച്ചിരിക്കുകയാണ്. ഈ രണ്ട് കാരണങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മഴവെള്ളത്തെ മണ്ണിനകത്തേക്ക് ആക്കി മാറ്റി ഗ്രൗണ്ട് വാട്ടർ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വേണ്ടത്ര നടക്കുന്നില്ല. അതിൽ ഇന്ന് കേരളത്തിൽ വളരെ സാധ്യത കൂടുതലുള്ള ഒന്നാണ്. കാരണം എല്ലാ വീടുകളുടെയും പുരപ്പുറത്ത് വീഴുന്ന വെള്ളം, ഏത് കെട്ടിടങ്ങളിലായിക്കോട്ടെ, എത്ര വലിയ ഓഡിറ്റോറിയങ്ങളുണ്ട്, ഇവിടെയൊക്കെയുള്ള വെള്ളം പൂർണ്ണമായും മഴവെള്ളത്തെ നമുക്ക് മണ്ണിനകത്തേക്ക് എത്തിക്കാനാണെങ്കിലോ ഏറ്റവും കൂടുതൽ ലോകത്ത് തന്നെ ഓപ്പൺ വെല്ലുള്ളതും കുഴൽക്കിണറുള്ളതും സുരംഗങ്ങളുള്ളതും ഒക്കെ സ്ഥലം കേരളമാണ്. അതുകൊണ്ട് ഭൂമിയിലേക്കുള്ളൊരു സിറിഞ്ചായി തന്നെ വേണമെങ്കിൽ കിണറിനെ കാണാം. അവിടെയാണ് പ്രത്യേകത. അപ്പോൾ കിണറിനെ ഉപയോഗിക്കണമെങ്കിൽ പുരപ്പുറത്തെ വെള്ളം പുരയ്ക്ക് പുറത്ത് വീഴുമ്പോൾ ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഒരു പ്രതിവർഷത്തെ ഒരു മഴ കണക്കാക്കി കഴിഞ്ഞാൽ ബാക്കി കുറേ നഷ്ടപ്പെട്ടു പോയാൽ തന്നെ നമുക്ക് 2 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാൻ സാധിക്കും. അത് പുരപ്പുറത്ത് നിന്ന് പൂർണ്ണമായും ടാപ്പ് ചെയ്ത് കൊണ്ടുവരികയും അതിനെ കിണറിലേക്ക് കൊടുത്താൽ മതി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവിടെയാണ് പലപ്പോഴും അശ്രദ്ധ വരുന്നത്. പ്രത്യേകിച്ച് ഫിൽറ്റർ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാവണം. ഫിൽറ്റർ ചെയ്തതിന് ശേഷമാണ് വെള്ളം കിണറ്റിലേക്ക് എത്തിക്കേണ്ടത്. കാരണം ഒന്ന്, മഴയുടെ എന്നും ഒരേപോലെ മഴ വരുന്നുവെങ്കിൽ ആദ്യത്തെ മഴവെള്ളത്തെ ക്ലീൻ ചെയ്ത് പുറത്ത് വിടാം, വേണമെങ്കിൽ ഒരു ടാപ്പ് വെച്ച് പുറത്ത് വിടാം. പക്ഷേ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് അങ്ങനൊരു മഴയല്ല, വിട്ട് പെയ്യുകയാണ്. അതുമാത്രമല്ല, പെരുമഴയാണ് ചിലപ്പോൾ പെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വെള്ളത്തിൻ്റെ അളവ് പെട്ടെന്ന് വർദ്ധിക്കുകയും ഒരു മണിക്കൂർ കൊണ്ടൊക്കെ വളരെ പെട്ടെന്ന് വെള്ളം അത്ര കൂടാം. ആ സമയം മുൻകാലത്ത് അതല്ല, ഒരു ദിവസം മൊത്തം പെയ്യുമ്പോഴേ അത്ര വെള്ളം കിട്ടുകയുള്ളൂ. എന്നാൽ പിന്നീട് ചിലപ്പോൾ 4 ദിവസം മഴ ഉണ്ടാവില്ല. ഇതിനനുസരിച്ച് തന്നെ പൊടിപടലങ്ങൾ പുരപ്പുറത്തുണ്ടാവും. അതിനോടൊപ്പം തന്നെ സസ്യങ്ങളിൽ നിന്നുള്ള പൂങ്കുലയുടെ അംശങ്ങൾ, അതേപോലെ ഇലകൾ, ചെറിയ കമ്പുകൾ ഇതിനോടൊപ്പം ഉണ്ടാവാം. മാത്രമല്ല, വീടിൻ്റെ മുകളിൽ എന്നും എപ്പോഴും പെയിൻ്റ് അടിക്കുന്നതാണ്. അത് ഓപ്പൺ വാർപ്പ് കെട്ടിടമാണെങ്കിലും പെയിൻറ്റിൻ്റെ അംശങ്ങളുണ്ടാവും. മാത്രമല്ല, പുതിയ ഷീറ്റ് ഇട്ടതാണെങ്കിലും പെയിൻറ്റിൻ്റെ അംശം ഉണ്ടാവും. പിന്നെ കുറച്ചു കാലം ഈ മഴ പെയ്തു, അത് കഴിഞ്ഞ് നല്ല വേനലായി, കുറച്ച് വെയിലുണ്ട് കുറച്ച് ദിവസമെങ്കിൽ ഉറപ്പായിട്ടും പൂപ്പൽ പിടിക്കും. ആ പൂപ്പലുകളും അടുത്ത മഴ പെയ്യുമ്പോൾ അതൊന്ന് അടർന്നു വീഴും. ഇതെല്ലാം കൂടി വരുമ്പോൾ അഴുക്ക് നമ്മുടെ കിണറ്റിലേക്ക് വരും. അതുകൊണ്ടാണ് ഫിൽറ്റർ ശ്രദ്ധിക്കണം എന്നുള്ളത് പറയുന്നത്. കൊതിക്കും ലക്ഷറി സാനിറ്ററി വെയർ ഫ്രം ദ ഹൗസ് ഓഫ് സ്റ്റാർ ട്രേഡിംഗ് കമ്പനി. എയിം അലർട്ട് അഡ്വർടൈസിംഗ്, തിയേറ്റർ ആഡ്, ടിവി കൊമേഴ്ഷ്യൽ, കോർപ്പറേറ്റ് ആഡ് എന്നിവ നിർമ്മിച്ച് എല്ലാ ചാനൽ തിയേറ്റർ വഴി റിലീസ് ചെയ്യുന്നു. എയിം അലർട്ട്, കോൺടാക്ട് 8129571269. സാധാരണ ആൾക്കാർ ഫിൽറ്റർ ഉണ്ടാക്കുമ്പോൾ ആ ഫിൽറ്ററിൽ എന്ത് വെച്ചാൽ സാധാരണ ഡ്രം വയ്ക്കും, അതിൽ നെറ്റ് വയ്ക്കും, അവസാനം അതിൽ കുറച്ചൊക്കെ തങ്ങി നിൽക്കും, ബാക്കിയുള്ളത് മുഴുവനായിട്ട് അതിൻ്റെ അകത്തേക്ക് തന്നെ കൊഴിഞ്ഞു വീഴും. സ്ഥിരമായി മഴ ഇങ്ങനെ വന്നു വീഴുകയും ഈ ചൂടും കാരണം ഇത് പൊടിഞ്ഞ് അതിൻ്റെ അകത്തുകൂടെ തന്നെ അത് അഴുക്കായിട്ട് കിണറ്റിലേക്ക് വീണ്ടും.
അങ്ങനെയാണെങ്കിൽ ഇത്ര മഴ കുറച്ച് പെയ്തു, അത് കഴിഞ്ഞാൽ കുറച്ച് മഴയില്ല, ഇങ്ങനെ അഴുക്കുണ്ടെങ്കിൽ ആ നെറ്റിൽ നിന്ന് എടുത്തത് കുടഞ്ഞ് വൃത്തിയാക്കുകയും വേണം. പക്ഷേ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ചെയ്തു നോക്കിയപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് അത് വൃത്തിയാക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ശീലത്തിലില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുകൂടി പരിഹരിക്കണം. അതുകൂടി ഓട്ടോമാറ്റിക്കലി പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സംവിധാനത്തിൽ വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രൈമറി ഫിൽറ്റർ എന്ന് പറയുന്നത് വേണം. മഴ പെയ്യുമ്പോൾ തന്നെ വന്ന് വീഴുന്ന അഴുക്കുകളെ അവിടെ നിന്ന് തട്ടി മാറ്റണം. മഴത്തുള്ളി കൊണ്ട് തട്ടി മാറ്റുകയും വെള്ളത്തെ ഫിൽറ്റർ ചെയ്ത് എവിടേക്ക് എത്തിക്കണം? പ്രൈമറി സ്റ്റേജിൽ നിന്ന് സെക്കൻഡറി ഫിൽറ്ററിലേക്ക് എത്തിക്കണം. അത്തരത്തിലൊരു ഫിൽറ്റർ യൂണിറ്റ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ടാങ്ക് ഫിൽറ്റർ കണ്ടൻറ്റുകൾ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അടിഭാഗത്ത് ഉള്ള സ്ലോപ്പിൻ്റെ ലെവൽ ശരിയല്ലെങ്കിൽ അതിൽ നമ്മൾ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കും. അപ്പോഴും അത് അഴുക്കായി മാറും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഫിൽറ്റർ ടാങ്കിൽ ഒട്ടും തന്നെ വെള്ളം നിൽക്കാത്ത അവസ്ഥയിൽ അതിനെ പുറന്തള്ളപ്പെടുന്ന തരത്തിലേക്ക് വേണം അതിൻ്റെ കണക്ടിവിറ്റി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒപ്പം അകത്തുള്ള മെറ്റീരിയൽസുകളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പെയിൻറ്റ് എന്നൊക്കെ പറയുന്ന കണ്ടൻറ്റുകളിൽ എന്താണ്? അതിൽ ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണ്. പെട്രോളിയം, അപ്പോൾ മണ്ണെണ്ണ പോലുള്ള അങ്ങനെ കെമിക്കലുകളുണ്ട്. അപ്പോൾ അവയെ അബ്സോർബ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് ആ ഫിൽറ്റർ മെറ്റീരിയലിൻ്റെ അകത്ത് അതിനെ മാത്രം വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു കണ്ടൻറ്റ് വേണം. വേറൊന്ന്, മറ്റ് ഫംഗസുകളും മറ്റും ഉള്ളിൽ ഭാഗത്ത് തന്നെ ഈർപ്പം നിലനിന്നുകൊണ്ട് ഫംഗസ് ജനറേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള മീഡിയം അനിവാര്യമാണ്. മഴവെള്ളത്തെ പെട്ടെന്ന് തന്നെ പെരുമഴ പെയ്യുന്നതുകൊണ്ട് ആ വെള്ളത്തെ പൂർണ്ണമായും കിണറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള തരത്തിലേ വേണം സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്തൊക്കെ വെച്ചാൽ ഈ ഫിൽറ്റർ കണ്ടൻറ്റിൻ്റെ ടൈറ്റ് കൊണ്ട് തന്നെ ചിലപ്പോൾ വെള്ളം ഓവർഫ്ലോ ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് വേണ്ടതല്ല, നമുക്ക് പൂർണ്ണമായും വെള്ളത്തെ കിണറ്റിലേക്ക് എത്തിക്കണം. ഇത്തരത്തിലുള്ള ഒരു ഫിൽറ്റർ യൂണിറ്റാണ് ഇന്ന് അനിവാര്യം. അത്തരത്തിലുള്ള ഫിൽറ്റർ യൂണിറ്റ് പലവരും ഉണ്ടാക്കുന്നുണ്ട്. വളരെ വളരെ ഭംഗിയായിട്ടുള്ള, മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഫിൽറ്റർ യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം ഫിൽറ്ററുകളാണ് യഥാർത്ഥമായിട്ട് വാങ്ങി വയ്ക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എപ്പോഴാണ് ക്ലീൻ ചെയ്യേണ്ടത്? എല്ലാ വർഷവും ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അതിൻ്റെ അകത്തേക്ക് ഇത്തരം പൊടിപടലങ്ങളോ മറ്റ് വസ്തുക്കളോ വന്ന് വീഴാത്തതുകൊണ്ട് അതിൽ അഴുകിക്കിടക്കുന്നില്ല. സ്വാഭാവികമായി നമുക്കൊരു 5 വർഷത്തിലൊരിക്കൽ ക്ലീൻ ചെയ്താലും മതിയാവും. സ്വാഭാവിക ക്ലീനിങ് മഴ സമയത്ത് നടക്കുകയും ചെയ്യും. അതാണ് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ജനങ്ങൾ വളരെ കുറച്ചുകൂടി സ്വതന്ത്രരായി. വർക്ക് ലോഡ് കുറഞ്ഞുവല്ലോ, എൻ്റെ തൊഴിൽ അതാണ്. അവിടെയാണ് സയൻസിൻ്റെ കൃത്യമായി സയൻസിനെയും ടെക്നോളജിയും കൃത്യമായി ഉപയോഗിക്കുമ്പോൾ അധ്വാനഭാരം കുറയലാണ് വേണ്ടത്. ആ അധ്വാനഭാരം കുറയുന്ന തരത്തിലേക്കുള്ള ഫിൽറ്ററുകളാവുമ്പോൾ സ്വാഭാവികമായും അല്ലെങ്കിൽ ചില ടെക്നോളജികൾ എന്ത് ചെയ്യും? ഭാരം നമ്മളെ വർദ്ധിപ്പിക്കും. അപ്പോൾ എന്തിനാണ് സയൻസ്? മനുഷ്യൻ്റെ അധ്വാനം കുറയ്ക്കാനാണ്. അപ്പോൾ അധ്വാനഭാരം കുറച്ച് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഈ ഒരു യൂണിറ്റ് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ള ഒരു പ്രത്യേകത. സ്റ്റാർ ട്രേഡിംഗ് കമ്പനി, വെട്ടുകാട്, കുന്നമുച്ചി, തൃശ്ശൂർ. സാർ, ഇപ്പോൾ ഒരു മഴ സംഭരണി നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് വേനലിൽ നമ്മുടെ കുടിവെള്ള ക്ഷാമം മുഴുവനായിട്ടും മാറ്റാവുന്ന രീതിയിലുള്ള ഒരു വെള്ളം സംഭരിക്കാൻ അതുകൊണ്ട് സാധിക്കില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് 2 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാൻ പറ്റുന്നു. പക്ഷേ ആ 2 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കുന്നത് കിണറിൻ്റെ സ്വഭാവം, അവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവത്തെ ആശ്രയിക്കും. മണ്ണിലെ ചെരുവിനെ ആശ്രയിക്കും. ഒരു കുന്നും പ്രദേശമാണ്, ചെരുവുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള കിണറിലെ വെള്ളം നമുക്ക് അവിടുത്തെ തൊട്ട താഴെയുള്ള കിണറിലേക്കാണ് കുറച്ച് കൂടുതൽ കിട്ടുക. അതേപോലെ തന്നെ മണൽ പ്രദേശത്തേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് തീരദേശത്തേക്ക് വരുമ്പോഴുള്ള ഇത് ജലസംഭരണം മാത്രമല്ല, ഉപ്പുവെള്ളത്തെ പൂർണ്ണമായും ക്ലോറൈഡ് അടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ഹാർഡ് വാട്ടറിനെ നമുക്ക് ബാക്ക് വാഷ് ചെയ്യുക എന്നുള്ളതുണ്ട്. അപ്പോൾ അഴുക്ക് വെള്ളത്തെ പിന്നിലേക്ക് തള്ളിക്കൊടുക്കുന്നു ഈ ശുദ്ധജലം വന്ന് വീഴുന്നതിനനുസരിച്ചാണ്. ഇങ്ങനെ ഒരു കിണറിൻ്റെ അകത്ത് ചെയ്യുമ്പോൾ ആ ഒരു വർഷം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു മെച്ചപ്പെട്ട ഒരു അനുഭവം ആർക്ക് കിട്ടും? കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി
കുറച്ച് ദിവസങ്ങൾ കൂടി നമുക്ക് കിണർ വറ്റാതിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ മെല്ലെ മെല്ലെ ആയിരിക്കും. പക്ഷേ അടുത്തടുത്തുള്ള മുഴുവൻ കുറേ വീട്ടുകാർ ചെയ്താലോ ആ പ്രദേശത്തെ എല്ലാ കിണറുകളിലും വെള്ളം ഇങ്ങനെ വന്നു നിൽക്കുന്ന കാരണം അടിഭാഗത്ത് ഈ കിണറുകൾ തമ്മിലുള്ള മണ്ണിൻ്റെ അംശം നനഞ്ഞ ഒരേപോലെ ആകുന്നു. എന്നാണ് വാട്ടർ ലെവൽ ഉയർന്നു വരുന്നു. അപ്പോൾ 2-3 വർഷം കൊണ്ട് തന്നെ ഒരു പ്രദേശത്തുള്ള മുഴുവൻ വീട്ടുകാരും ചെയ്ത് കഴിയുന്നതോടുകൂടി വാട്ടർ ലെവൽ വളരെ ഉയർന്നു എന്ന് പറഞ്ഞാൽ അവിടെ കുടിവെള്ളക്ഷാമമില്ലാത്ത, അത് കുടിവെള്ളക്ഷാമമല്ല, യഥാർത്ഥമായിട്ട് കുടിവെള്ളത്തിന് മാത്രം വെള്ളം പോരാ, ശുദ്ധജലമില്ലാതെ കാർഷിക മേഖലയും വികസിക്കില്ല. അതുകൊണ്ട് നമ്മുടെ നിത്യനിദാന കാര്യങ്ങൾക്കും ഭക്ഷ്യോൽപാദനത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് ശുദ്ധജലമാണ്. അതുകൊണ്ട് ഈ ശുദ്ധജല സംഭരണം എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തെ മാത്രം കാണരുത്, മൊത്തമുള്ള ഇതിന് ഈ ശുദ്ധജലം ഉണ്ടായേ പറ്റും. അവിടെയാണ് ഈ ഫിൽറ്ററുകളുടെ ഒരു പ്രാധാന്യം. ഞാൻ കിണറായതുകൊണ്ടാണ് പറയുന്നത്, കുടിവെള്ളത്തിന് കൂടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് വേണ്ടി വരുന്നത്, ഈ ഫിൽറ്ററിൻ്റെ ക്വാളിറ്റി വേണം. എപ്പോഴും മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് അങ്ങനെ തരത്തിലാവണം. അങ്ങനെ ശുദ്ധജലം ആ പ്രദേശത്ത് വർദ്ധിപ്പിക്കാൻ എല്ലാ കിണറുകളെ കൊണ്ട് സാധിക്കും. സാർ, അപ്പോൾ എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള മഴ സംഭരണി സ്ഥാപിക്കുന്നതോടെ ഒരു പ്രദേശത്തെ മുഴുവൻ ജലദൗർലഭ്യം പരിഹരിക്കാനുള്ള ഒരു വലിയ പോംവഴിയാണ് അവിടെ ഉണ്ടാകുന്നത് അല്ലേ? അതെ. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു വേറൊരു പ്രശ്നം നമ്മുടെ ഇവിടെ ഉള്ളത്, ഇവിടെ ഏറ്റവും കൂടുതൽ ഓപ്പൺ വെല്ലായിരുന്നു. ആ ഓപ്പൺ വെല്ലുകളെല്ലാം 13-14 കോല് താഴ്ചയുള്ള, ചിലത് 22 കോല് താഴ്ചയുണ്ട് ആ പ്രദേശത്തിനനുസരിച്ച്. അവിടെയുള്ള ഈ വെള്ളം കഴിഞ്ഞോടുകൂടി പിന്നെ നമ്മൾ 300 അടിയോളം താഴ്ചയിലേക്ക് പോകുന്ന കുഴൽക്കിണർ അടിച്ചിട്ടാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ മണ്ണിൽ അതിൻ്റെയും താഴെ സംഭരിക്കപ്പെട്ട വെള്ളം കൊടുക്കുന്നത്. ഇപ്പോൾ അതും പറ്റി തുടങ്ങി, അവിടെയില്ല. അപ്പോൾ ഇപ്പോൾ ചോദിക്കുന്നത് എന്താണ്, 6 ഇഞ്ചിൻ്റെ കുഴൽക്കിണറാക്കി മാറ്റി അതിനേക്കാൾ താഴെയിലുള്ള വെള്ളം കിട്ടുമോ എന്നുള്ളതാണ്. ഇങ്ങനെ വെള്ളം ഭൂമിക്കടിയിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോവുകയാണ്. ഭൂമിക്കടിയിലല്ല വെള്ളം, ആകാശത്താണ്. അത് നമ്മൾ ഭൂമിയിലെ അടിയിലേക്ക് ആക്കേണ്ടത് നമ്മളതാക്കുന്നില്ല. അപ്പോൾ എല്ലാ കുഴൽക്കിണറുകളെയും നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, നമുക്ക് റീചാർജ് ചെയ്യാം. അപ്പോൾ കുഴൽക്കിണർ എന്നുള്ള ഓപ്പൺ വെല്ല് മാത്രമല്ല, കുഴൽക്കിണറും ചെയ്യാൻ സാധിക്കും. ചില കിണറുകളിൽ മാത്രമാണ് പ്രഷർ കൂടുതലുള്ളതുകൊണ്ട് വരികയാണെങ്കിൽ മാത്രം ഓവർഫ്ലോ ചെയ്യുള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് ബാക്കി എല്ലാ കിണറുകളും ചെയ്യാൻ സാധിക്കും. അങ്ങനെ പക്ഷേ അവിടെയൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പറയണമെന്ന് വെച്ചാൽ, നമ്മളായിട്ട് പെയിൻ്റ് അടിച്ച കാര്യങ്ങളായാലും അതേപോലെ ജൈവവസ്തുക്കൾ അഴുകിയിട്ടോ അത്തരത്തിലുള്ള കോളിഫോം ബാക്ടീരിയകളോ ഒന്നുമില്ലാത്ത രീതിയിൽ, അതാണ് ഫിൽറ്ററിന്റെ പ്രാധാന്യം പറഞ്ഞത്. വെറും ഒരു മഴവെള്ള സംഭരണി സ്ഥാപിക്കലല്ല, ഫിൽറ്ററോട് കൂടിയിട്ടുള്ളത് സ്ഥാപിക്കുന്നതോടെയാണ് അത് നമുക്ക് ഉപയോഗയോഗ്യമാവുകയുള്ളൂ. അപ്പോൾ ആ ഫിൽറ്ററിനാണ് ഏറ്റവും പ്രാധാന്യം. അങ്ങനെ എന്താ കാര്യം, ഇത് ഗ്രൗണ്ട് വാട്ടറായിട്ട് സംഭരിക്കണതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ കോളിഫോം ബാക്ടീരിയ അതുപോലെ കെമിക്കൽ കണ്ടൻറ്റുകൾ ഒരു കിണറിൽ കൂടെ ഏതെങ്കിലും ഒരു വീട്ടിലെ മോശപ്പെട്ട ഫിൽറ്ററുകൾ ഉപയോഗിച്ച് താഴേക്ക് എത്തിച്ചുവെങ്കിൽ അടിഭാഗത്ത് എല്ലാവരും ബന്ധമുണ്ട്, മറ്റ് കിണറുകളും ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് എത്താതിരിക്കാൻ പരമാവധി നമ്മുടെ ഭാഗത്ത് ശ്രദ്ധിക്കണം. അവിടെയാണ് ഫിൽറ്ററിനുള്ള പ്രാധാന്യമെന്ന് പറയുന്നത്. വെറും പുറത്തെ വെള്ളം എടുത്ത് കിണറ്റിലേക്ക് ആക്കുക, ഏതെങ്കിലും തരത്തിലാക്കുക എന്നല്ല വേണ്ടത്, എത്രത്തോളം നന്നായി ഫിൽറ്റർ ചെയ്താക്കാം. ഫിൽറ്റർ ചെയ്യുമ്പോൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യേണ്ടി വരുന്ന ഇടയ്ക്കിടയ്ക്ക് എന്നുള്ളത് ഒരു മടിയായിട്ട് മാറുകയാണ്. അത് മനുഷ്യനുണ്ടാവും. അവിടെയാണ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു സയൻസിൻ്റെയും സാങ്കേതികവിദ്യയിലും മെച്ചപ്പെട്ടതാണ്. പിന്നെന്താണ്, അതിനെ കൂടുതൽ സയൻറ്റിഫിക്കായിട്ട് ആലോചിക്കുമ്പോൾ ഒരു പുതിയ സാങ്കേതികവിദ്യയിലെത്തുമ്പോൾ സ്വാഭാവികമായി അധ്വാനഭാരം കുറയ്ക്കണം. അപ്പോൾ അവിടെയാണ് ക്ലീനിങ് കുറയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് 5 വർഷമൊക്കെ മുമ്പ് ഒരിക്കൽ ക്ലീൻ ചെയ്യാവുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നു. അങ്ങനെ മാറ്റിയെടുക്കുന്ന പല ആൾക്കാരുണ്ട്, അവരുടെ ഉൽപ്പന്നമുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. കൊതിക്കും ലക്ഷറി സാനിറ്ററി വെയർ ഫ്രം ദ ഹൗസ് ഓഫ് സ്റ്റാർ ട്രേഡിംഗ് കമ്പനി. എയിം അലർട്ട് അഡ്വർടൈസിംഗ്, തിയേറ്റർ ആഡ്, ടിവി കൊമേഴ്ഷ്യൽ, കോർപ്പറേറ്റ് ആഡ് എന്നിവ നിർമ്മിച്ച് എല്ലാ ചാനൽ തിയേറ്റർ വഴി റിലീസ് ചെയ്യുന്നു. എയിം അലർട്ട്, കോൺടാക്ട് 8129 571 269.
സർ, ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ വലിയ കുടിവെള്ളക്ഷാമം ഒന്നും ഉണ്ടാകാത്തൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല. സാധാരണ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ പോലും ജലദൗർലഭ്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് പോലും ഈ ഒരു മഴ സംഭരണി എത്രത്തോളം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണോ? ഏതൊരു ഗ്രാമപ്രദേശത്തും ഒരാൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ നമുക്ക് എടുത്ത് നോക്കാമല്ലോ. വെള്ളത്തിൻ്റെ വില എന്താണ്? നമ്മൾ ആ വിലയെക്കുറിച്ച് വെള്ളം കിട്ടുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഒറ്റ കാര്യം എടുത്താൽ മതി. കേരളത്തിലെ മനുഷ്യർക്ക് സാധാരണ ഒരു ആൾക്ക് ഒരു 150 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം വേണം. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അകത്ത് അത്രയും വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു എങ്കിൽ, വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിന് നമുക്ക് വില കുറവുണ്ടെന്ന് ശരിയാണ്. വാട്ടർ അതോറിറ്റിയും കൊടുക്കാൻ വെള്ളം എത്തിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം പ്രൈവറ്റ് കമ്പനികൾ വെള്ളക്കച്ചവടത്തിലേക്ക് എത്തിയത്? അത് കുപ്പിവെള്ളത്തിൽ മാത്രമല്ല, കുടിവെള്ളത്തിൽ മാത്രമല്ല, എന്താണ്, വീടുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുകയാണ്, വാട്ടർ ടാങ്കിൽ അടിച്ചു കൊടുക്കുകയാണ്. അതൊരു ടാങ്കർ നിറയ്ക്കാൻ വേണ്ടി ഇത്ര രൂപ എന്ന് വാങ്ങാണ്. വേനൽക്കാലം എന്ന് പറയുന്നത് വെള്ളക്കച്ചവടക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി കേരളം മാറിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ശുദ്ധജലം സംഭരിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ വളരെ ചിലവ് അത്ര അധികമൊന്നും വരുന്നില്ല. കാരണം ചുറ്റുഭാഗവും, റൂഫിൻ്റെ ചുറ്റുഭാഗവും എന്ത് ചെയ്യണം, നമുക്ക് ഒരു പൈപ്പ്, ഒരു പാത്തിയിട്ട് ആ വെള്ളത്തെ കൊണ്ടുവരുന്ന പൈപ്പ് കണക്ഷന് മാത്രമേ ചിലവുള്ളൂ. ഫിൽറ്ററിന് അത്രയധികം ചിലവില്ല. ഫിൽറ്റർ വലിയൊരു എമൗണ്ട് ഉള്ളതല്ല. കാരണം നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിനനുസരിച്ചിട്ടുള്ള വെള്ളത്തിനനുസരിച്ച് ഈ ഫിൽറ്ററിൻ്റെ സൈസ് വ്യത്യാസം വരുന്നത്. കാരണം നമുക്ക് കിട്ടുന്നത് ഒരു പെരുമഴ പെയ്യുന്ന സമയത്ത് ഇത്ര ലിറ്റർ വെള്ളമാണ് പെർ മിനിറ്റ് വരുന്നതെങ്കിൽ അത്രയും വെള്ളം ഇത്ര ടൈം ഹോൾഡ് ചെയ്ത് ബാക്കി ഇത്ര ടൈമാണ് ഫിൽറ്റർ ചെയ്ത് പുറത്തേക്ക് പോകേണ്ടതെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ് അളവുണ്ട്. ആ ഡയമെൻഷൻസ് അനുസരിച്ച് അതിൻ്റെ ഇൻറ്റേർണൽ ഉള്ള പാർട്ടിലുള്ള മെറ്റീരിയൽസിൻ്റെ അളവും കുറവാണ്. അപ്പോൾ അവിടേക്ക് അതേ വേണ്ടൂ. ആ സമയം ഒരു സ്കൂൾ എടുക്കുക, അല്ലെങ്കിൽ ഒരു വലിയ വീടാണ്, അവർക്ക് 10,000 സ്ക്വയർ ഫീറ്റ് റൂഫുണ്ട് ആ കെട്ടിടത്തിന്. അപ്പോൾ 10,000 സ്ക്വയർ ഫീറ്റ് റൂഫുള്ളപ്പോഴും പൈപ്പിൻ്റെ ബാക്കി കണക്ടിവിറ്റിയുടെ ആ റൂഫിൻ്റെ ആ എക്സ്പെൻസിൻ്റെ ഗ്രാജുവലി ഉള്ള ഇൻക്രീസിങ്ങേ ഉള്ളൂ. പക്ഷേ ഫിൽറ്റർ എന്ത് ചെയ്യേണ്ടി വരും? ഫിൽറ്റർ അത്രയും വെള്ളം സംഭരിക്കാവുന്ന ഫിൽറ്റർ വേണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒറ്റ തവണ ചെയ്യണം. പിന്നെ വർഷങ്ങളോളം നമുക്ക് ശുദ്ധജലം ഈ ഫിൽറ്ററിൽ കൂടെ കിട്ടുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട ഒന്ന്. സർ, വീടുകളിൽ മാത്രമല്ല, ഇപ്പോൾ സ്ഥാപനങ്ങളിൽ, ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളിൽ വെള്ളത്തിൻ്റെ അളവ് ദിനം പ്രതി കൂടുന്ന സാഹചര്യമാണ്. അപ്പോൾ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തുന്നതിൽ തെറ്റുണ്ടോ? എല്ലാ സ്ഥാപനങ്ങളും ചെയ്യണം. കാരണം ഓഡിറ്റോറിയങ്ങൾ, പള്ളികൾ, ക്ഷേത്രങ്ങൾ, ഏത് ആരാധനയായിരുന്നു വെച്ചാൽ അതിൻ്റെയൊക്കെ സ്ക്വയർ ഫീറ്റ് എത്രയാണ്, അതിൻ്റെ റൂഫ് സ്ക്വയർ ഫീറ്റ് എത്രയാണ്. വെള്ളം സംഭരിക്കാൻ. പിന്നെ സ്കൂളുകൾ, ആശുപത്രികൾ, പൊതു വഴിയായിട്ടുള്ള വൻ കെട്ടിടങ്ങളുടെ റൂഫിൽ നിന്ന് തന്നെ അവർ തന്നെ പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു ഫിൽറ്റർ വെച്ച് തൊട്ടടുത്തുള്ളൊരു കിണറുകളിലേക്ക്, അത് അടുത്ത വീട്ടിലെ കിണറായിക്കോട്ടെ, അവർക്ക് കിണറിലേക്ക് അതിലേക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ ആ പ്രദേശത്തെ വെള്ളത്തിൻ്റെ ക്ഷാമം വളരെ പെട്ടെന്ന് മാറ്റാം. പിന്നെ അപ്പുറത്തുള്ള എല്ലാ ചെറുവീട്ടുകാരും, ഞാൻ പറഞ്ഞ എല്ലാ ചെറുവീട്ടുകാർ ചെയ്യണേക്കാൾ ഏറ്റവും നല്ല എന്താണ്, വൻ പദ്ധതികളായി നിലനിൽക്കുന്ന സ്ഥലങ്ങളിലാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഒറ്റ വർഷം കൊണ്ട് ഒരു പ്രദേശത്ത് ഈ മാറ്റം വരികയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും യഥാർത്ഥമായിട്ട് വരേണ്ടത് ജലസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ജീവൻ്റെ നിലനിൽപ്പ് അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വെള്ളം കിട്ടാതെ, ജീവജാലങ്ങൾ എന്തുകൊണ്ടാണ് വെള്ളം കിട്ടാതെ വരുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. വെറുതെ അല്ലല്ലോ, കാട്ടിലെ ജീവികളടക്കം ഇങ്ങനെ എവിടെ വെള്ളം കിട്ടുന്നു എങ്കിൽ അവിടേക്ക് ഒരുങ്ങി പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അവരെ അടുത്തേക്ക് ചെയ്യുമ്പോൾ അപകടമുള്ളൂ. അതേപോലെ തന്നെ അത് നാട്ടിലേക്കും വരാൻ തുടങ്ങി. കിട്ടുന്ന വെള്ളം എവിടെയാണുള്ളതെങ്കിൽ അവിടേക്ക് വരും. അതെല്ലാ ജീവജാലങ്ങൾക്കും അങ്ങനെ പറ്റുള്ളൂ, മനുഷ്യനും അതേ പറ്റുള്ളൂ. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും വെള്ളം കിട്ടാത്ത ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക.
Star Trading Company, Vettukad, Kundamuchi, Thrissur. എയിം അലർട്ട് അഡ്വർടൈസിംഗ്, തിയേറ്റർ ആഡ്, TV കൊമേഴ്ഷ്യൽ, കോർപ്പറേറ്റ് ആഡ് എന്നിവ നിർമ്മിച്ച് എല്ലാ ചാനൽ തിയേറ്റർ വഴി റിലീസ് ചെയ്യുന്നു. എയിം അലർട്ട് കോൺടാക്ട് 8129571269. ഇപ്പോൾ സർ, കേരളത്തിൽ തന്നെ ജലദൗർലഭ്യം ഏറ്റവും രൂക്ഷമാകാൻ പോവുക എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ ഇപ്പോൾ പറയുന്നത്. ഈ ഒരു സമയത്ത് എങ്ങനെ ജലത്തെ സംഭരിച്ച് നിർത്താം എന്നതിന് ഏറ്റവും വലിയ ഒരു പോംവഴി എന്ന് നമുക്ക് പറയാനുള്ളത് മഴവെള്ളം സംഭരിക്കുക എന്ന് തന്നെയാണ്, അല്ലേ? അതെ, വളരെ വേഗത്തിൽ. കാരണം ഇത്രയും പെട്ടെന്ന് ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, നീർത്തടാധിഷ്ഠിത പദ്ധതി പ്രകാരമൊക്കെ ചെയ്യാം. അപ്പുറത്ത് മഴക്കുഴികൾ ഉണ്ടാക്കാം. പക്ഷെ അതൊക്കെ റീചാർജ് ചെയ്ത് വരാനുള്ള കാലതാമസമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കിണർ എന്ന് പറയുന്നത് കാലിയായിക്കൊണ്ടിരിക്കുന്നു. കിണറിനെ ഒരു സിറിഞ്ചായി നോക്കി നോക്കൂ. അതിലേക്കാണെങ്കിൽ നേരിട്ട് നമ്മൾ ഒറ്റ കൊല്ലത്തെ മഴവെള്ളം, ഈ 2 ലക്ഷം ലിറ്റർ വെള്ളം പുറമേ കൂടെ മണ്ണിൻ്റെ ഉള്ളിലേക്ക് തരികളിൽ കൂടെ ഇറങ്ങിപ്പോയി എത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഏത് ചെയ്യണത്, പുറമെ സർഫസ് വാട്ടർ അവിടെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സർഫസ് വാട്ടറിൻ്റെ അളവ് കൂടുന്നു. ഒരു പ്രശ്നം എന്താണ്, സർഫസ് വാട്ടർ കൂടാൻ കാരണം ഭൂമിയുടെ പ്രതലവും സസ്യങ്ങളുടെയും അളവ് കുറവാണ്. അത് കുറഞ്ഞു തുടങ്ങി. മിക്കതും കോൺക്രീറ്റ് ഇതായി, അപ്പുറത്ത് ടാറിട്ട റോഡായി, കാനകളായി, എല്ലാം കോൺക്രീറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, സർഫസ് വാട്ടർ വർദ്ധിക്കുകയും ഒഴുകിപ്പോവുകയും ചെയ്യാണ്. ആ സമയം മണ്ണിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറക്കാനുള്ള സ്പേസ് ഇല്ല. ആ സമയം നമുക്ക് എന്താണ്, ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യാം, ഈ കിണറുകൾ ഉള്ളതുകൊണ്ട് ഇനി കിണറില്ലാത്തവർക്ക് ചെയ്യാട്ടോ, അതിനനുസരിച്ചിട്ടുള്ള ഒരു ചെറിയ കുഴി അങ്ങോട്ട് നേരെ താഴ്ത്തുക. അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫിൽറ്റർ ഉപയോഗിച്ച് ഫിൽറ്റർ വെച്ചതിന് ശേഷം ഈ വെള്ളം അതിലേക്ക് ഇട്ട് സ്ലാബ് ഇട്ട് വെച്ചോളൂ. അങ്ങനെ ഓരോ വീട്ടുകാർക്കും ആ മണ്ണിലേക്ക് അടിഭാഗത്ത് വെള്ളം നനയ്ക്കാം. അത്രയും വെള്ളം നിറയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പ്രദേശം പൂർണ്ണമായും ഗ്രൗണ്ട് വാട്ടർ ലെവൽ വർദ്ധിക്കുകയാണ്. ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഒരു ഭാഗത്ത് വർദ്ധിക്കുമ്പോൾ വേറൊരു ഭാഗത്ത് തീരങ്ങളിലേക്ക് വരുംതോറും ഈ മണലിൻ്റെ അകത്ത് ഇത്രയും ശുദ്ധജലം നിൽക്കുമ്പോൾ അപ്പുറത്ത് ഹാർഡ് വാട്ടർ ഉപ്പ് വെള്ളം ഇങ്ങോട്ട് വരികയില്ല. ഇന്ന് കേരളത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോലും ഉപ്പ് കയറുകയാണ്. കാരണം ശുദ്ധജല സ്രോതസ് കുറയും തോറും, എന്നാൽ ശുദ്ധജലത്തിനാണ് ഡെൻസിറ്റി കുറവ്. ഡെൻസിറ്റി കുറഞ്ഞതിനെ മുകൾ ഭാഗത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഡെൻസിറ്റി കൂടിയത് അടിയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ശുദ്ധജലം, മഴവെള്ളം എന്ന് പറയുന്നത് ഏറ്റവും ഡെൻസിറ്റി കുറവുള്ളതാണ്. അപ്പോൾ ഡെൻസിറ്റി കുറവുള്ള വെള്ളം മുകൾ ഭാഗത്ത് ഇങ്ങനെ നിൽക്കും തോറും താഴ്ഭാഗത്തെ അഴുക്ക് വെള്ളം, ഡെൻസിറ്റി കൂടിയ വെള്ളം സൈഡുകളിലേക്ക് തള്ളുകയും താഴ്ഭാഗത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ മണലിലും മറ്റു മണ്ണിലും മേൽഭാഗത്തെ ഏറ്റവും നല്ല വെള്ളം നിൽക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ഞാൻ നേരിട്ട് ഇങ്ങനെ നമുക്ക് അടിഭാഗത്തേക്ക് തന്നെ കുറേ അധികം എത്തിക്കാൻ പറ്റുമോ എന്നാണ്. മേൽഭാഗത്തുള്ള നമുക്ക് പരമാവധി ഈ നീർത്തട പദ്ധതികൾ വഴിയൊക്കെ ചെയ്യാം. പക്ഷേ അത് ആയി വന്ന് താമസം വരാൻ ഇനി അധികം കാലം കാത്തു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നേക്കിന്ന് ചെയ്യുക, നാളെ അതിൻ്റെ അപ്പം തന്നെ റിസൾട്ട് കിട്ടുന്നു. സർ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഫിൽട്ടർ സംവിധാനം ഗുണമേന്മയുള്ളത് വയ്ക്കാൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. കാരണം ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു അനിവാര്യതയാണല്ലോ. അനിവാര്യമാണ്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിൽറ്ററിൻ്റെ കാര്യത്തിലാണ്. കാരണം അത് പിന്നീട് എല്ലാവരും ചെയ്തിട്ട് വേറൊരു അപകടത്തിലേക്ക് പോകാൻ പാടില്ല. മാത്രമല്ല, നമ്മൾ ചെയ്ത ഫിൽറ്ററിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് നമ്മൾ ആ വെള്ളം എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ശുദ്ധത മനസ്സിലുണ്ടാവും. അതാണ് പ്രത്യേകതയുള്ളത്. എല്ലാ തരത്തിലും വ്യത്യാസം ഈ ചെയ്ത സ്ഥലങ്ങളിൽ ഒരുപാടുണ്ട്, വ്യത്യാസമുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്, പല ഭാഗത്ത് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷേ ഫിൽറ്ററിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. Star Trading Company, Vettukad, Kundamuchi, Thrissur.